വെടികൊണ്ട് മരിച്ച റൈഫിൾ ക്ലബ്ബ് മെമ്പേഴ്സ്മാരെ, കാരണവന്മാരെ, ഇനി ഈ റൈഫിൾ ക്ലബിനെ ആരും അറ്റാക്ക് ചെയ്യരുതേ. ഓ, വെടിവഴിപാട് കാരണവന്മാർക്കുള്ള വെടിവഴിപാട് ചെയ്തില്ല. ഇന്നിത് പിടിക്കാം. ഉണ്ടയില്ലാത്ത സാധനം വെച്ച് ഞാൻ എന്നാ കാണിക്കാനാ? പതിവ് പോലെ ഓലപ്പടക്കത്തിൽ തന്നെ തുടങ്ങാം. കറക്റ്റ്. കുറെ ദിവസത്തെ ടൈമിങ്ങിന് പൊട്ടിയത് ഭാഗ്യമുണ്ട്. റൈഫിൾ ക്ലബ് അറ്റാക്ക് ചെയ്യാൻ വന്നാലേടാ? അറ്റാക്ക് ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്നേ റൈഫിൾ ക്ലബ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും. അത് ആര് വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ടാണ്? എന്റെ പൊന്നെ, ചുറ്റും ശത്രുക്കളല്ലേ? ശത്രുക്കളാ? എന്തോരം ശത്രുക്കളാണ്. പലിശക്കാര്, ബാങ്കുകാര്, ബ്ലേഡുകാര്, മൊത്തം കടവാ. ചുറ്റും ശത്രുക്കളാ. ഏത് സമയവും ഒരു അറ്റാക്ക് വരാം. അയ്യോ, ഞാൻ ഈ വെടിവെപ്പ് പഠിക്കാനായിട്ട് വേണ്ടി വന്നതാണ്. മാഷ് എന്തേ? മാഷോ? എടാ, വെടിവെപ്പ് പഠിപ്പിക്കുന്നത് ക്യാപ്റ്റൻ പ്രഭാകരനാ? ക്യാപ്റ്റൻ പ്രഭാകരനല്ല, ക്യാപ്റ്റൻ മുള്ളർ ബെന്നി. മുള്ളംപന്നിയാ? അങ്ങനെയൊക്കെയാണ്, പക്ഷെ പേര് ക്യാപ്റ്റൻ മുള്ളർ ബെന്നി. വരുന്നുണ്ട്. സ്റ്റീഫൻ, ഗുഡ് മോർണിംഗ്. മാഗി, നിർത്തിപ്പൊരിക്കൂ. അല്ലേലും ഞാൻ പറയണമെന്ന് വിചാരിച്ചു. താൻ ആരാന്ന തന്റെ വിചാരം? ഒരു നല്ലൊരു സ്ഥലം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്. ഇവരുടെ മുമ്പിലിട്ട് തന്നെ നിർത്തിപ്പൊരിക്കാനല്ല, പിന്നെ ഈ മുയലിനെ നിർത്തിപ്പൊരിക്കും. ഇത്രയും സമയം എവിടെയായിരുന്നു? ഞങ്ങള് കാട്ടിൽ വേട്ടക്ക് പോയി. ആണോ? എന്നിട്ട് എന്താ ഒരു വേട്ടാവളിയെ കുത്താൻ ഓടിച്ചിട്ടെ ഈ കൊച്ചിനെ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം. കയ്യിൽ തോക്കല്ലിരിക്കുന്നത്. വെടിവെച്ചിട്ടായിരുന്നില്ലേ വേട്ടാവളീനെ? പിന്നെ കാട്ടാനിന് ഉന്നം പിടിച്ചിട്ട് കിട്ടണല്ലോ, പിന്നെയാണ് വേട്ടാവളീനെ. ഇംഗ്ലീഷാണല്ല, ഇംഗ്ലീഷിൽ തുടങ്ങിയിട്ട് ഹിന്ദിയിലെ അവസാനിക്കുള്ളൂ. അതെ, ഇന്ന് മുയലിനെയൊക്കെ വെടിവെച്ച് പിടിച്ചെന്നോ? എങ്ങനെയൊക്കെ വഴി കിടന്നിട്ടാണ്? അല്ലല്ലേ, ഞാൻ വെടിവെച്ച് പിടിച്ചതാണ്. ആണാ? ഞാൻ ആകാശത്തിലൂടെ പറന്നു പോണ കിളിയുടെ കുണ്ടന്നൂരിട്ടാ വെടിവെച്ചത്. പക്ഷെ താഴെ കിടക്കണ ഈ മുയലിന്റെ വയറ്റിലിട്ടാ കൊണ്ട് ചെറിയൊരു തലനാരിലൊക്കെ കിളി രക്ഷപ്പെട്ടു പോയി. പുള്ളിക്കാരനെ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത്. മാഗി, കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. അതെ, നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്താലോ? പിന്നെ എനിക്ക് താല്പര്യമാണ്. ബൊക്കെ മാലയൊക്കെ നിങ്ങൾ പെട്ടെന്ന് മേടിച്ചോണ്ട് വരണം കേട്ടോ. താനിത് എന്ത് കാര്യം പറയണ? നമ്മുടെ കല്യാണം രജിസ്റ്റർ കല്യാണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, ആ കാര്യം പറഞ്ഞത്. പേരും ഡീറ്റെയിൽസ് ഒക്കെ അറിയണല്ലോ, അതുകൊണ്ടാ. പേര് പ്രാണെന്നാണല്ലോ. അപ്പൊ ജനനം ഏത് വർഷമാ? അത് 99-ലെ വെള്ളപ്പൊക്കത്തിലാ. ദുരന്തമാണ് കേട്ടോ. ആ, കുഴപ്പമില്ല. മരണം ഇന്ന് രേഖപ്പെടുത്തണോ അതോ? കോളത്തില് 2025 എഴുതി ചേർത്തു. ഡേറ്റും മാസവും നമുക്ക് പിന്നെ എഴുതാം. ഏതായാലും ഈ കൊല്ലം ഉണ്ടാവും. എന്തിനാ നിങ്ങൾ ജനറോമാറിനൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുന്നത്? എടാ, കുറച്ചു കാലം കഴിയുമ്പോ പിന്നെ നിന്റെ കല്ലറയിൽ എന്ത് കൊത്തി വെക്കും? തോക്ക് വെച്ചുള്ള കളിയല്ലേ, എപ്പോഴും എന്തും സംഭവിക്കാം. നീ ആണെങ്കിൽ പുതിയതാ, ഉന്നം തെറ്റും എന്നുള്ള കാര്യം ഉറപ്പാ. എനിക്കൊന്നും തെറ്റത്തില്ല. പക്ഷെ എനിക്കൊന്നും തെറ്റുമല്ല. പിന്നെ എന്റെ മാഷ എന്നെ ഒന്ന് ഇത് പഠിപ്പിക്കും, ഞാനൊന്ന് പഠിച്ചെടുക്കട്ടെ. ഏതായാലും നിന്റെ ഒരു ആഗ്രഹമായിട്ട് നീ ഇവിടെ വന്നല്ലേ മിസ്റ്റർ സ്റ്റീഫൻ? അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇവിടുത്തെ വെറൈറ്റീസ്. അതായത് ഈ ഇരിക്കുന്ന പിസ്റ്റള്, ഇത് റൈഫിള്, അത് റിവോൾവർ, പിന്നെ ഈ ഇരിക്കുന്നതാണ് സ്നൈപ്പർ. അപ്പൊ തോക്കില്ലേ? തോക്കില്ലേ? ഇവ നമ്മളെ തോപ്പിക്കുള്ളൂട്ടാ. മണഗുണാഞ്ച, ഈ തോക്കുകളുടെ വെറൈറ്റി പേരുകളാണ് ഈ പറഞ്ഞു തന്നത്. ഈ ഇരിക്കണ എന്നാണ്? അത് ബറേറ്റ എന്ന് പറയുന്നത്. കറി എന്നാ ഉണ്ട്? പൊറോട്ട കഴിക്കാനായിട്ട്. അത് മാത്രം അവര് കൊടുക്കല്ലേ, വല്ല ചാറിന് മുക്കി തിന്നു. അല്ല, അങ്ങനെ ചാടിക്കേറി വെടിവെക്കാൻ പഠിപ്പിക്കില്ലേ? നിനക്കിപ്പോ ഒരു ശത്രു ഇല്ലേ? ആ ശത്രു നിന്റെ മുന്നിൽ വേണ്ടേ? അത് വേണം. മാഗി, ക്യാപ്റ്റൻ, ഇതാണ് നിന്റെ ശത്രു. വെടിവെക്കട്ടെ? ഇങ്ങനെ നേരെ ഇന്ന് വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ തോക്ക് കാണൂലേ? അത് കാണും. അപ്പൊ തോക്ക് നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒളിപ്പിക്കണം. എവിടെ ഒളിപ്പിക്കുമെന്ന്? പണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ആണ്ടേ, ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ചാ മതി. ദൈവമേ, അവിടെ നിന്ന് പൊട്ടത്തില്ലേ? പാട് വെക്കണം. പിന്നെ ഇതൊന്നുള്ളു പാടാ. ആ വണ്ടി ഇതേപോലെ ഇരുന്ന് പൊട്ടിയതാ. ഇപ്പൊ പാടാ. നേരത്തെ പറഞ്ഞല്ലോ പാടാന്ന്. അതല്ല, ഇപ്പൊ ബാത്റൂമിലേക്ക് ഇരിക്കാൻ ഭയങ്കര
ഭയങ്കര പാടാ. നമ്മള് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ഇരിക്കൂലേ, അപ്പൊ ഒരു സൈഡിൽ ചുടുകട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ അല്ലെങ്കിൽ ഇട്ടില്ല, കുന്നിന്റെ ചെരുവിന് വണ്ടി ആന്ധ്രക്കിട്ട് വെക്കൂലേ, അതേപോലെ ഇങ്ങനെ ഇരിക്കണ പൊസിഷൻ ആയിരിക്കുള്ളൂ അല്ലേ? അതങ്ങനെ ഇത് പിടിച്ചേ വെക്കല്ലേ. എടാ ആദ്യം തന്നെ ഇട്ടല്ല, നീ ഇതിന്റെ തോക്ക് എന്താണെന്നൊക്കെ അറിയണം. ഇതിന്റെ ഉള്ളിൽ ഇടുന്ന ഉണ്ടയുടെ പേരെന്താണെന്ന് അറിയാം? അതെ, ബുള്ളറ്റ് എന്നൊക്കെ സാധാരണക്കാര് പറയണത്, നമ്മൾ വെടിക്കാര് പറയുന്നത് കാട്രിഡ്ജ്. കട്ട്ലേറ്റ് അത് പറയണമെന്നില്ല, ഇട്ടാ മതി. കണ്ടാലറിയാലോ, നീ അത് വെച്ച് അങ്ങനെ ഇട്ടാ മതി. ഈ കാട്രിഡ്ജ് നേരിട്ടല്ല ഗണ്ണിലേക്ക് ലോഡ് ചെയ്യണത്, അത് നമ്മളൊരു മാഗസിന്റെ അകത്ത് വെച്ചിട്ടാണ് ഗണ്ണിലേക്ക് ലോഡ് ചെയ്യുന്നത്. അതെ അതെ, മാഗസീൻ ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ന്യൂസ് പേപ്പർ ആണെങ്കിലും മതിയല്ല. നിങ്ങൾ പഠിപ്പിച്ചോ, ഞാനില്ല. നിവർത്തിയില്ല. നീ വെടിവെച്ച് അവനെ കൊല്ലും, അതുപോലെ ജയിലിൽ പോയി കിടക്കും. അല്ലാതെ ഞാൻ പറയാനാ അത് കൊള്ളാലോ ഈ സ്റ്റെപ്പ് അല്ലേ? അത് കൊള്ളാം. ഗണ്ണും ഗണ്ണും തമ്മിൽ തമ്മിൽ തിരകൾ കൈമാറും അനുരാഗമേ. ജയൻ സാർ, ജയൻ സാർ എന്താണ് ജിഗു? ഇവിടെ മാറിക്ക്. ആരെങ്കിലും തോക്ക് നീട്ടി പിടിച്ച് അതേ പിടിച്ച് കയറി പൊക്കോളോട്ടോ. ഇങ്ങനെയാണോ വെടിവെക്കണത്? ഞാൻ ഉന്നം പിടിച്ച് വെടിവെച്ച് കാണിച്ചു തരാം. ആദ്യം അത് കണ്ടു പഠിക്ക്. അടിപൊളി പോടാ. ഉണ്ണിമൂന്നൻ എന്നാ പെർഫോമൻസ് ആയിരുന്നു. മാർക്കോ സിനിമയല്ലേ? ആ മാർക്കോ സിനിമയിൽ വീണേൽ കൂടുതൽ ശവം ഇപ്പൊ ഇവിടെ വീഴും. ക്യാപ്റ്റനാണ് വെടിവെക്കാൻ പോകുന്നത്. മാർക്കോ അറപ്പിച്ച് ആ മൂട് അങ്ങോട്ട് പോയി. അത് നേരത്തെ പറഞ്ഞാൽ പാടാണെന്ന്. ഈ മൂടിന്റെ കാര്യമല്ലോ, പിന്നെ ഞാൻ വെടിവെക്കാനുള്ള എന്റെ മൂട് പോയിന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ വെടിവെക്കല്ലേ ക്യാപ്റ്റൻ? പിന്നെ ആര് വെടിവെച്ച് ഇതിനകത്തല്ല വെടിശബ്ദം കേട്ടില്ല. അതറിയാവുന്ന ആരെ വെച്ചാക്കണാണ്. ആണോ? അല്ലാതെ റൈഫിൾ ക്ലബ് അണ്ടർ അറ്റാക്ക് എന്ന് വെച്ചാല് പുറത്തുനിന്ന് എനിമീസ് വരുന്നു, നമ്മൾ അറ്റാക്ക് ചെയ്യാം. നീ ഇങ്ങോട്ട് വന്നേ. നീ ആദ്യം തന്നെ ഉണ്ടല്ല ഈ തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിക്കും. ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനൊരു സിഗ്നൽ തരും. എന്ത് സിഗ്നല്? ഞാൻ ഈ വിരലിങ്ങനെ വളച്ചു കൊടുത്തിട്ട് ഒരു വിസലടിക്കുക. ഒന്നടിച്ചേ. വന്നില്ല. ഇല്ല, വരുന്നില്ലെന്ന്. ഇപ്പൊ വന്നു. ഇപ്പൊ വന്നു. ഇത് അപ്പൊ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നിന്നാ മതി, വരും. അപ്പൊ ഞാൻ പോയി നോക്കട്ടെ. അയ്യോ, AK-47 തോക്കാണോ? തോക്കല്ല, അമ്മിണിക്കുട്ടി 47 വയസ്സെന്റെ ഭാര്യ. എന്നെ ചോദിക്കണെങ്കിലേ ഞാൻ വല്ല വേട്ടക്കും പോയിന്ന് പറഞ്ഞേക്കാം. എനിക്ക് വയ്യാഴികയൊന്നുമില്ല, ഞാനൊരു വെടിവെപ്പ് പഠിക്കാൻ വേണ്ടി വന്നതാ. ക്യാപ്റ്റൻ മുള്ളറെടുക്ക. മുള്ളറ് രാത്രി മുള്ളാൻ പോകാൻ അയാൾക്ക് രണ്ടുപേര് കൂട്ട് വേണം. അയാളുടെ അടുത്താണോ വെടിവെക്കാൻ പഠിക്കുന്നത്? എന്താ അയാള്? ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേട്ടയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ക്യാപ്റ്റൻ മുള്ളറ് പേടിത്തോണ്ട ഇങ്ങോട്ട് ഇറങ്ങി പാടൂ. എന്റെ കയ്യിൽ മെഷീൻ കണ്ണാണ് ഇരിക്കുന്നത്. ഈ പ്രായത്തിൽ പെണ്ണുങ്ങൾ തയ്യൽ മെഷീനും കൊണ്ടല്ലേ നടക്കണം. നിങ്ങൾ എന്തിനാ ഇതും കൊണ്ട് നടക്കണത്? ഷർട്ടൊക്കെ ഞാൻ നേരിട്ടോളാം. ക്യാപ്റ്റൻ ഒന്ന് വന്ന് രക്ഷിക്കോ. അമ്മിണിക്കുട്ടി, cool. What is your problem? Tell me the matter. You don't know what is your matter? I am not a matter. Stop it! I will take you given and passenger and take it is your telecasting time. That means നിങ്ങളുടെ പ്രശ്നം എന്താ അത് പറ. yeah, of course. ഇതെന്റെ അച്ഛന്റെ പേരിലുള്ള റൈഫിൾ ക്ലബ് ആയിരുന്നു. In the name of my father. Yes, of course. ഇതെല്ലാം ഇയാൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ചാതിച്ചെഴുതി മേടിച്ചു. ചീറ്റിംഗ് ആൻഡ് റിട്ടേൺ ഫ്രം ഹിം. Nice udaits. ഇതെല്ലാം പോരാഞ്ഞിട്ട് എന്നെയും എന്റെ മക്കളെയും മറന്നിട്ട് ഇയാൾ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുന്നു. Hiding from me. Hiding? Yes, I am hide and seek. എന്നിട്ട് ഇയാൾ എന്നോട് ചെയ്തത് എന്താണെന്ന് അറിയാമോ?
ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് എന്റെ സ്വർണ്ണമെല്ലാം ഇയാൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ചു. അതെന്റെ ഫാദർ തടയാൻ ശ്രമിച്ചു. He blocked you. അപ്പോൾ ഇയാൾ തോക്കെടുത്ത് വെടിവെച്ചു. One bullet is hitting my father's button. അതെന്നെ സംഭവം അതെനിക്ക് മനസ്സിലായില്ലല്ലോ. എടാ ഇയാള് തോക്കെടുത്ത് വെടിവെച്ചിട്ട് എന്റെ അച്ഛന്റെ ചന്തിക്കിട്ടാണ് കൊണ്ടത്. ഇപ്പോഴും ഒരു ബുള്ളറ്റ് അച്ഛൻ ചന്തിയെ വെച്ചോണ്ട് നടക്കണം. പിന്നെ പുള്ളി ചന്തിയിൽ വെച്ചല്ലോ തലയിൽ വെച്ച് കൊടുത്തിട്ട് നടക്കാൻ പറ്റുമോ? ശരിയാ. Shut up, you old lady. My boss is very innocent. No, I can't believe. My boss is very, very innocent. ലിസന്റെ ഓ ചെന്ന് കേറിക്കൂടെ, ആ ഇന്നസെന്റ് അല്ല. മാറ്. ഓ നിന്ന് ഒരക്കട തീ പിടിക്കും, മാറടാ. അമ്മണിക്കുട്ടി, what happened? What happened? Every battery, no battery possible to tell them. You want chicken curry with rice and torme? ഇതുവരെ ശരിയല്ലേ? ഇതുവരെ വളരെ ശരിയാണ്. I love you, dear. I love you. No, this is unsahikable. I will kill you. I will shoot you. Fire, fire! ഒന്ന് മാറാ. അതെ ഇങ്ങനെ ഇരുന്നാ മതി, വെടിവെക്കല്ലേ? നിനക്കത് പറയാ, അവക്ക് വെടിവെച്ചാ മതി. ഞാൻ വെടിവെക്കുമ്പോ കൂടെ സൗണ്ട് കൂടി ഉണ്ടാക്കണം. അതെന്താണ്? ഇതിന് ഉൾട്ടിയില്ല. യുദ്ധത്തിലിറങ്ങിയത് ഉണ്ടുള്ള നോക്കാൻ വെച്ചിരിക്കല്ലേ. അവന്റെ അടുത്ത് അവൻ ആ ഉണ്ട കൊണ്ട് എന്തുണ്ടാക്കണം അവിടെ എടുത്ത് വെടിവെക്കണം. വെടിവെക്കട്ടെ. ഇവരെ ഇന്ന് ഞാൻ ശരിയാക്കി തരും. എടുക്കെടുക്ക്. ഉള്ളിപ്പോയി. ആണ്ടാ അവൻ ഉള്ളിൽ പോയിരുന്നു. അത് പേടിച്ചിട്ടാണ്, കുഴപ്പമില്ല. നീ തോക്കെടുത്ത് വെടിവെച്ചോ. അതല്ലത് ഉള്ളിലേക്ക് പോയത്. സഹായിച്ചു കൊടുക്ക്. എന്നെ ഇട്ട് കൊടുക്കണ. കവർ മീ. ഓക്കെ കവർ മീ. അയ്യോ വെറുതെ കിടന്ന് കുറച്ച് ബുള്ളറ്റ് ഉണ്ട്, വലിച്ചെറിഞ്ഞു. നോക്കിയേ. കവർ എടാ ഇത് എങ്ങോട്ടാണ് ഈ പോയത്? ഒരു പിടുത്തവും ഇല്ല. ആ, കിട്ടി. അമ്മേ, അയ്യോ, അകത്തിരുന്ന് പൊട്ടി. എനിക്ക് പുറകിൽ നിന്നും കിട്ടി. ബോസേ അതിരക്ഷിക്ക് ബോസേ. റെയിൽവേ ജോലി കിട്ടിയോ? അല്ല പറയാ. ഇതെന്താ ബോസേ ഇത്? ഇത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കേട്ടോ. അവള് അമ്മണിക്കുട്ടി നിൽക്കുമ്പോ സമാധാനം ഇല്ലേ? ഇനി നിന്റെ അച്ഛന്റെ ഒരു വട്ടക്സ് അല്ല ഞാൻ തകർത്തുള്ളു. അതിന് പകരം രണ്ട് കിടക്കാച്ചി വട്ടക്സുകൾ ഞാൻ ഡൊണേറ്റ് ചെയ്തില്ലേ? പാവം വട്ടക്സ്. I don't want that. I want this. Mission success. വല്ല കാര്യമുണ്ടോ? ചോദിച്ചു മേടിച്ച്. പോരി. അവളെന്റെ ആടയിലിട്ടിട്ടാണ് വെടിവെച്ചത്. അവളുടെ ഒരു ബുള്ളറ്റ് മിസ്സായി പോയി. Mission again success. അപ്പൊ ഇനി ചുടുകട്ട വേണ്ടല്ലോ, ലെവലായില്ലേ? അയ്യോ